ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെയും ദിവസത്തിൻ്റെ തുടക്കം വാട്സപ്പിൽ നിന്നാണ്. ഒന്നുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്നായിരിക്കും. ചിലരുടെ തുടക്കം ഇൻസ്റ്റാ സ്റ്റോറിയിലായിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റോറിയിലായിരിക്കാം, മറ്റുള്ള പോസ്റ്റിലായിരിക്കാം. അത്ര വ്യത്യാസമുള്ളൂ. ഇനി എന്താണ് അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? നമുക്കറിയാവുന്നതോ അല്ലെങ്കിൽ അറിയാത്തവരുടെ ആയിട്ടുള്ള ബർത്ത്ഡേ, കൂടുതലും അറിയാത്തവരുടേതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർ, നമുക്കറിയാവുന്നവരും അറിയാത്തവരുമായി നിൽക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ, ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല മലയോ കുന്നോ കല്യാണ വീടോ ഒക്കെ കാണാം. ഏറ്റവും വെറുപ്പിക്കൽ എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ മുന്നിൽ നിന്നുള്ള സെൽഫികളാണ്. ഞാൻ ഇന്ന് ഇതാ കഴിക്കുന്നത് എന്ന് ആരും ചോദിച്ചില്ലെങ്കിലും എല്ലാവരെയും അറിയിക്കാനുള്ളൊരു വ്യഗ്രത. പണ്ടൊക്കെ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് അത് ഇടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. ഇന്ന് ആ സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്കത് ഇട്ടനുഭവിച്ചാൽ മാത്രം പോരാ. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, കുറേ ലൈക്ക് കിട്ടണം, കുറേ വ്യൂവേഴ്സ് കിട്ടണം. അതിൽ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ചിലരുണ്ട് കേട്ടോ. വ്യൂവേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേര് കാണുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ സന്തോഷവും സംതൃപ്തിയൊക്കെ ഒന്നിടങ്ങ് ഇരട്ടിയാവുക. ഞാനിന്ന് അവിടെ പോയി, ഞാൻ അത് കഴിച്ചു, ഞാൻ അത് ചെയ്തു എന്ന് മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ ലഭിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്തവരെ അറിയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്, ഒരു യുദ്ധം കഴിഞ്ഞ് ജയിച്ച് വന്നൊരു പ്രീതിയാണ് നമുക്ക്. ഇനി രസം എന്താണെന്ന് വെച്ചാൽ ഇതേ കാര്യം തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നു. ഇങ്ങനെ വലിയൊരു കടുത്ത കോമ്പറ്റീഷൻ മേഖലയിൽ കൂടാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ അതൊരു അഭിമാനക്ഷതമായി കാണുന്ന ചിലരുമുണ്ട്. ഇനി വേറെ രസം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് ബിജിഎമ്മും ഡയലോഗും ഒക്കെ വെച്ച് സ്റ്റാറ്റസ് മുഖേന സ്വന്തം അഭിപ്രായം പ്രകടമാക്കുന്നത്. ഇതെന്താ പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നവർക്ക് പെട്ടെന്ന് ക്ലിക്കും, ഇതിന്നാക്ക് ഇന്ന സംഭവത്തിൻ്റെ മറുപടിയാണെന്നുള്ളത്. ഞാനിപ്പോൾ സന്തോഷത്തിലാണെന്നോ അല്ലെങ്കിൽ സങ്കടത്തിലാണെന്നോ കാണിക്കുന്ന ചില പാട്ടുകൾ സ്റ്റോറി സ്റ്റാറ്റസാക്കി വയ്ക്കുന്നതും സ്ഥിരം കാഴ്ചകളാണ്. രാവിലെ കുത്തിയിരുന്നോ കിടന്നോ കാണുന്നവർക്ക് ഇതെല്ലാം എങ്ങനെ മറികടക്കും വിധം അടുത്ത പോസ്റ്റ് ഇടാമെന്ന ചിന്തയിൽ അടുത്ത സംഘർഷം, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളോടോ വ്യക്തികളോടോ സ്വയം താരതമ്യപ്പെടുത്തി ഒരു അപഹർഷതാബോധത്തിലേക്ക് എത്തിച്ചേരും. ഈ സ്റ്റോറീസ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് രാവിലത്തെ മാത്രം ഒരു പ്രശ്നമല്ല കേട്ടോ. ഹോം സിനിമയിൽ നസ്ലിൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജും ഫോണും തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ശരിയാണ്, ഫോണിൽ പുതിയ സ്റ്റാറ്റസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല. ഇനി സ്വന്തം സ്റ്റാറ്റസിനും ഫോട്ടോസിനൊക്കെ ഏതാണ്ട് ഇതൊക്കെ തന്നെ അവസ്ഥ. ഓരോ മിനിറ്റിലും എത്ര പേര് കണ്ടു, ആരൊക്കെ കണ്ടു എന്നതിനെപ്പറ്റി ആലോചിച്ച് സ്വന്തം പോസ്റ്റ് ഒരു 100 അല്ല 1000 തവണ നമ്മൾ റിപ്പീറ്റ് അടിച്ചടിച്ച് കണ്ട് സംതൃപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇനി ശരിക്കുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു നല്ല മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ശരിക്കും ആ നിമിഷം പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം ആ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്നതും മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ. ഈ ഫോട്ടോ നന്നാവുമോ, ഈ വീഡിയോയ്ക്ക് ക്ലിയർ ഉണ്ടാവുമോ, ഇത് പോസ്റ്റ് ചെയ്താൽ എത്ര പേര് കാണും, എത്ര ലൈക്ക് കിട്ടും തുടങ്ങി കുറേ തുടർ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക്. ഉദാഹരണം, നമ്മളൊരു വിനോദയാത്ര പോകട്ടെ, ഓരോ മുക്കിലും മൂലയിലും ചെന്ന് പല രീതിയിൽ പോസ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കും. ആ പ്രകൃതിയുടെ ഭംഗി നമ്മൾ വീഡിയോയിലൂടെ കാണും. നേരിട്ട് നമ്മുടെ കൺമുന്നിൽ കാണാൻ സാധിച്ചാലും നമുക്കത് ആസ്വദിക്കാൻ പറ്റാതെ വരും. തീർച്ചയായും ഇതിനൊരു മറുവശം കൂടിയുണ്ട്. നമുക്ക് അറിയിപ്പുകൾ നൽകാനും ജീവിതത്തിലെ നല്ല സന്തോഷകരമായ പ്രീഷ്യസ് മൊമെൻറ്റ് ഒപ്പിയെടുത്ത് ആ നിമിഷങ്ങൾ നമുക്ക് അതിൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും സോഷ്യൽ മീഡിയ പോസ്റ്റ് നല്ലതാണ്. ബട്ട് ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മത്സരമാകുമ്പോഴാണ്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അതിങ്ങനെ നോക്കിയിരുന്ന് ഇതിനൊക്കെ അടിമയായി പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അപ്പോൾ ഇനി തൊട്ട് സ്റ്റാറ്റസ് ഒന്നും നോക്കണ്ടേ, അല്ലെങ്കിൽ അപ്ഡേറ്റ് ഒന്നും നോക്കണ്ടേ? ദിവസത്തിൽ ഫുൾ ടൈം സ്റ്റാറ്റസിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ അപ്ഡേഷൻ നോക്കിക്കൊണ്ടിരിക്കാതെ 1-2 സമയം മാറ്റിവെക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു കഥയുമില്ലാതെ തൊട്ടതും പിടിച്ചതും എല്ലാം സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. അവരുടെ പോസ്റ്റുകൾ മ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. മറ്റൊരാളുടെ ലൈഫിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ പല ഫോട്ടോസ് എടുത്ത് അതിൽ ഏറ്റവും നല്ലത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നല്ല വശം മാത്രമായിരിക്കും അവർ സ്വാഭാവികമായിട്ടും പോസ്റ്റ് ചെയ്യുക. അത് കണ്ട് തന്നോട് തന്നെ താരതമ്യപ്പെടുത്തി നിരാശപ്പെടാതിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് നല്ല പോസ്റ്റുകൾ നിരീക്ഷിക്കുക, നല്ല പോസ്റ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുക, പക്ഷേ അതിനൊന്നും അടിമപ്പെടാതിരിക്കുക. ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഇതിന് കൊടുക്കാതിരിക്കുക. നമുക്ക് പ്രാധാന്യത്തോടെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്.